നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഒരിടത്ത് നിൽക്കുമ്പോൾ അവിടെ എന്തോ ശരിയല്ല എന്ന് ആരോ നോക്കിക്കൊണ്ടിരിക്കുന്ന പോലെ, പക്ഷെ തിരിഞ്ഞു നോക്കിയാൽ ആരും ഇല്ല. ആ ഫീലിംഗ് നമ്മൾ ജസ്റ്റ് ഇമാജിനേഷൻ എന്ന് പറഞ്ഞ് ഒഴിവാക്കും. പക്ഷെ അതെല്ലാം ശരിക്കും ഇമാജിനേഷൻ തന്നെയാണോ? അല്ലെങ്കിൽ നമ്മൾ കാണാൻ കഴിയാത്ത എന്തോ നമ്മളെ കാണുന്നുണ്ടോ? ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഈ സംഭവം, ഇത് കേട്ടാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും. എല്ലാ ഫീലിങ്സും വെറും ഫീലിങ്സ് അല്ല. ഇത് ഒരു ഹൊറർ സ്റ്റോറി അല്ല. ഇതൊരു സംഭവിച്ച അനുഭവമാണ്. ഒരു സാധാരണ ബസ് യാത്ര. പക്ഷേ അതിൽ കയറിയ ഒരാൾക്ക് ജീവിതത്തിൽ മറക്കാനാകാത്ത ഒരു രാത്രിയായി അത് മാറി. ഇത് ദ ഹോണ്ടഡ് ബസ് ജേണി. ഇപ്പോൾ നിങ്ങൾ ലൈറ്റുകളെല്ലാം ഓഫ് ചെയ്യുക. ഇയർഫോൺ ഇട്ട് മുഴുവനും ശ്രദ്ധയോടെ കേൾക്കുക. കാരണം ഈ സ്റ്റോറി അവസാനിക്കുന്നത് വരെ നിങ്ങൾക്ക് പിന്നിലോട്ട് നോക്കാതിരിക്കാൻ കഴിയില്ല. ആന്ധ്രാപ്രദേശ്. ഹർഷ എന്നു പേരുള്ള ഒരു കോളേജ് വിദ്യാർത്ഥി. അവൻ കുറച്ച് ദിവസങ്ങൾക്കായി കോളേജിൽ നിന്ന് വീട്ടിലേക്ക് വന്നിരുന്നു. ഫെസ്റ്റിവൽ സീസൺ ആയതിനാൽ എല്ലാ ആഘോഷങ്ങളും കഴിഞ്ഞ ശേഷം അവൻ തിരിച്ച് കോളേജിലേക്ക് പോകേണ്ട സമയമായി. ബസ് കയറാനായി രാത്രി അവൻ ആന്ധ്രാപ്രദേശിലെ കുർണൂൽ ബസ് സ്റ്റാൻഡിലെത്തി. അവിടെ എത്തിയപ്പോഴേക്കും മിഡ് നൈറ്റ് ആയി. സാധാരണ പോലെ രാത്രിയിൽ ബസ്സുകൾ കുറവായിരുന്നു. അടുത്ത് ബസ് എപ്പോൾ വരുമെന്നും ഹർഷയ്ക്ക് അറിയില്ല. അവൻ എൻക്വയറിയിൽ ചോദിച്ചപ്പോൾ ബസ് വരാൻ വളരെ സമയമെടുക്കുമെന്ന് മനസ്സിലായി. അതിനാൽ അവിടെ തന്നെ ഉറങ്ങാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ബസ് സ്റ്റാൻഡിൽ നിന്നും ഏകദേശം ഒരു 10 മീറ്റർ അകലത്തിൽ ഒരു ബസ് നിൽക്കുന്നത് അവൻ കണ്ടു. വിചിത്രമായി അവൻ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന്റെ പേര് ആ ബസ്സിൽ ചെറിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നതും അവൻ കണ്ടു. അതിനാൽ അതിൽ കയറി പോകാം എന്നവൻ വിചാരിച്ച് ആ ബസ്സിൽ കയറി. ബസ്സിൽ കയറുമ്പോൾ വളരെ ഇരുട്ടായിരുന്നു. അവൻ ഏറ്റവും പിന്നിലേക്ക് പോയിരുന്നു. ബസ്സിൽ കയറിയ ഉടൻ തന്നെ ഒരു മോശമായ ദുർഗന്ധം അവൻ അനുഭവപ്പെട്ടു. പക്ഷേ അതൊരു പഴയ ബസ്സാണെന്ന് കരുതി അവനത് കാര്യമായി എടുത്തില്ല. ശേഷം ഫോൺ നോക്കാൻ മൊബൈൽ ഓപ്പൺ ചെയ്തപ്പോൾ ചാർജ് 5% മാത്രമാണെന്ന് കണ്ടു. പക്ഷെ യാത്രയ്ക്ക് മുൻപ് അവൻ ഫുൾ ചാർജ് ചെയ്തത് അവന് വ്യക്തമായ ഓർമ്മയുണ്ടായിരുന്നു. ബസ്സിൽ ചാർജിംഗ് പോയിന്റ് ഇല്ലാത്തതിനാൽ എന്ത് ചെയ്യും എന്നറിയാതെ അവൻ പുറത്തേക്ക് നോക്കിയിരുന്നു. ബസ്സിനകത്ത് വളരെ ക്രീപ്പിയായ നിശബ്ദതയായിരുന്നു. ഒരു ലൈറ്റ് മാത്രം ഡിമ്മായി ഓൺ ഓഫ് ആയിക്കൊണ്ടിരുന്നു. എങ്കിലും ബസ്സിനകത്ത് ചിലർ അവിടെയായി ഇരിക്കുന്നത് ഹർഷ കണ്ടു. മുന്നിലുള്ള ഒരു സീറ്റിൽ ഒരു സ്ത്രീ ഇരിപ്പുണ്ട്. ആ സ്ത്രീയുടെ കയ്യിൽ ഒരു കുഞ്ഞുമുണ്ട്. മറ്റൊരു സീറ്റിൽ ഒരു മൂപ്പൻ ഇരിക്കുന്നു. ഇങ്ങനെ ചിലരെ ഹർഷ ശ്രദ്ധിച്ചു. പക്ഷെ അവരെല്ലാവരും വളരെ വിചിത്രമായി ഒരു അന്യമായ എക്സ്പ്രഷനോടെ ശാന്തമായിരിക്കുകയാണ്. ആരുടെയും മുഖത്ത് ഒരു പുഞ്ചിരി പോലുമില്ല. പക്ഷെ ഉടൻ തന്നെ ഈ യാത്ര ഹർഷയ്ക്ക് ഒരു പേടി സ്വപ്നമായി മാറാൻ പോവുകയാണ്. യാത്ര തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ ബസ് ഒരു കാടിനുള്ളിലേക്ക് കടന്നു. ചുറ്റും കിച്ച് കിച്ച് എന്ന പോലെ ചില കീടങ്ങളുടെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. ആ ശബ്ദങ്ങൾ ഹർഷയെ വല്ലാതെ അസ്വസ്ഥനാക്കി. കുറച്ചു കഴിഞ്ഞപ്പോൾ വ്യത്യസ്തമായ മറ്റു ചില ശബ്ദങ്ങൾ കൂടി കേൾക്കാൻ തുടങ്ങി. ഏകദേശം 100ഓളം ആളുകൾ ബസ്സിനെ ചുറ്റി നിന്നുകൊണ്ട് ഒരുമിച്ച് നിലവിളിക്കുന്നത് പോലുള്ള ശബ്ദം. ഇത് കേട്ട് ഹർഷ കണ്ണും ചെവിയും മൂടിയിരുന്നു. അപ്പോ തൻ്റെ തോളിൽ ആരോ തല വെച്ച് കിടക്കുന്നത് പോലെ അവൻ തോന്നി. പെട്ടെന്ന് എഴുന്നേറ്റ് നോക്കിയപ്പോൾ അവിടെ ആരുമില്ല. മാത്രവുമല്ല, നേരത്തെ കണ്ട ആളുകളിൽ പകുതി പേരെയും ഇപ്പോൾ കാണുന്നില്ല. ഇപ്പോൾ ഹർഷയ്ക്ക് ഭയം പിടിച്ചു തുടങ്ങി. യാത്ര തുടരുന്നതിനിടെ സംഭവിക്കാൻ പാടില്ലാത്തത് വീണ്ടും സംഭവിച്ചു. ബസ് ആ കാടിനുള്ളിൽ ഒരു സ്ഥലത്ത് നിർത്തി. ബസ് നിർത്തിയതോടെ ഒരമ്മയും അവളുടെ കുഞ്ഞും താഴേക്ക് ഇറങ്ങി. പക്ഷേ ശ്രദ്ധിച്ചു കേൾക്കുക, ഹർഷ ബസ്സിനുള്ളിൽ കണ്ടതുപോലെ അല്ലായിരുന്നു അത്. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആ അമ്മ തൻ്റെ കുഞ്ഞിനെ കടിച്ച് തിന്നുകയായിരുന്നു. കൈകളും മുഖവും കീറി രക്തം ഒഴുകുന്ന വിധം അവൾ കുഞ്ഞിനെ തിന്നുകയായിരുന്നു. ആ കാഴ്ച കണ്ടപ്പോൾ ഹർഷ ഭയത്തിൽ വിറച്ചു. അതൊരു ഭൂതം ഭക്ഷണം കഴിക്കുന്നത് പോലെ ഭയാനകമായിരുന്നു. അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് ഹർഷ തീരുമാനിച്ചു. പക്ഷെ അവന്റെ ശരീരം അനക്കാൻ പോലും കഴിയുന്നില്ല. ശരീരം മുഴുവനും സ്റ്റക്കായതുപോലെ. അവൻ ശബ്ദമുണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും ശരീരം ഒട്ടും പ്രതികരിച്ചില്ല. അപ്പോൾ അപ്രതീക്ഷിതമായി ബസ്സിലെ എല്ലാ ലൈറ്റുകളും ഓണായി. ഇപ്പോൾ അവൻ എല്ലാം വ്യക്തമായി കാണാം. ഹർഷ താഴേക്ക് നോക്കിയപ്പോൾ ആ ബസ്സിന്റെ ഫ്ലോർ മുഴുവനും രക്തം. അത് പുതിയ രക്തമല്ല,
പഴകിയതും ഉണങ്ങിയതുമായ രക്തം. അല്പം കഴിഞ്ഞ് ലൈറ്റ് വീണ്ടും ഓഫായി. പിന്നീട് ഹർഷ മുന്നിലിരുന്ന മൂപ്പനെ നോക്കി. ഇപ്പോൾ ആ മൂപ്പൻ എഴുന്നേറ്റ് ബസ്സിൽ നിന്നും പുറത്തേക്ക് നടക്കുകയാണ്. പക്ഷെ അത് സാധാരണ നടക്കലല്ല, വായുവിൽ പറക്കുന്നത് പോലെ. ഇത് കണ്ടപ്പോൾ ഹർഷ ഉറപ്പിച്ചു, ഈ ബസ് ഒരു സാധാരണ ഒന്നല്ല. അതേസമയം അവൻ്റെ ശരീരം വീണ്ടും സ്വതന്ത്രമായി. അവൻ വീണ്ടും ഡ്രൈവറുടെ അടുത്തേക്ക് ഓടി. അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഡ്രൈവർ സീറ്റിൽ ഡ്രൈവർ ഇല്ല. ഇപ്പോൾ അവന് ഭയം കൂടി. പെട്ടെന്ന് അവൻ ഇടത്തേക്ക് തിരിഞ്ഞു നോക്കി. കണ്ടക്ടർ സീറ്റിൽ ഒരാൾ ഇരിക്കുകയാണ്. പക്ഷേ അവൻ്റെ മുഖത്ത് ഒരു എക്സ്പ്രഷനുമില്ല, കണ്ണുകൾ ശൂന്യമായി നോക്കുന്നത് പോലെ. ഇത് കണ്ടപ്പോൾ ഹർഷ ഭയന്ന് ബസ്സിൽ നിന്നും ഇറങ്ങി. പുറത്തേക്ക് ഇറങ്ങി ചുറ്റും നോക്കിയപ്പോൾ അവൻ മുൻപുണ്ടായിരുന്ന ബസ് സ്റ്റാൻഡിൽ നിന്നും വെറും 100 മീറ്റർ ദൂരത്തിൽ തന്നെ അവൻ നിൽക്കുകയാണ്. അവൻ ആ സമയം ചിന്തിച്ചു, പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് ഇക്കാര്യം പറയാമോ എന്ന്. പക്ഷെ എത്ര പറഞ്ഞാലും ഇതൊരിക്കലും ആരും വിശ്വസിക്കില്ല എന്നവന് മനസ്സിലായി. അവൻ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് ചെന്ന് CCTV ഫുട്ടേജുകൾ കാണാൻ ആവശ്യപ്പെട്ടു. അവിടെ ഫുട്ടേജിൽ ഹർഷ ഏതോ ഒരു ദിശയിലേക്ക് നടന്നു പോകുന്നത് കാണാം. പക്ഷെ അവിടെ യാതൊരു ബസ്സും ഉണ്ടായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന ചിലർ പറഞ്ഞത്, ഇല്ല മോനെ, നീ എന്തോ സ്വപ്നം കണ്ടതായിരിക്കാം. നീ ബസ്സിനായി പോയി, പക്ഷെ നീ അവിടെ തന്നെയാണ് നിന്നത്. നീ വേറെ എന്തൊക്കെയോ ചിന്തിക്കുകയാണെന്ന്. അവരുടെ വാക്ക് കേട്ട് ഹർഷ അത് വിശ്വസിക്കാൻ ശ്രമിച്ചു. പിന്നീട് അവൻ പോകേണ്ട ബസ് വരുന്ന സ്ഥലത്ത് തന്നെ അവൻ ഇരുന്നു. എന്നാൽ പിന്നീട് അവൻ തീരുമാനിച്ചു, ഇന്നിന് ഞാൻ എവിടെയും പോകുന്നില്ല, വീട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന്. അങ്ങനെ അടുത്തുണ്ടായിരുന്ന ഒരു ഓട്ടോയിലേക്ക് അവൻ കയറി. അവൻ്റെ ശരീരം വല്ലാതെ വിയർക്കുന്നുണ്ടായിരുന്നു, കൈകാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. വല്ലാതെ ഉറക്കം വരുന്നത് പോലെ തോന്നി. അതുകൊണ്ട് നേരെ വീട്ടിലേക്ക് മടങ്ങാൻ അവൻ തീരുമാനിച്ചു. ഓട്ടോയിൽ കയറുമ്പോൾ കാലിൽ എന്തോ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് പോലെ അവന് തോന്നി, എന്തോ നനഞ്ഞതുപോലെ. കാലുയർത്തി നോക്കിയപ്പോൾ ഹർഷയുടെ ഷൂവിൽ രക്തം ഒട്ടിയിരിക്കുകയാണ്. CCTV ഫുട്ടേജുകളെല്ലാം പരിശോധിച്ചപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെ കാണിക്കുന്നു. പക്ഷെ ബസ്സിൽ ലൈറ്റ് വന്നപ്പോൾ ആ ഫ്ലോറിൽ കണ്ട പഴയ രക്തക്കറകൾ, അവ തന്നെയാണ് പിന്നീട് ഓട്ടോയിൽ കയറുമ്പോൾ അവൻ്റെ ഷൂവിൽ കാണപ്പെട്ടത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇത് സംഭവിച്ചതാണോ അല്ലെങ്കിൽ ഹർഷയുടെ ഹാലൂസിനേഷൻ ആണോ, അത് ഇന്നുവരെയും അവൻ ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നില്ല. ഇതിന് വ്യക്തമായ പ്രൂഫുമില്ല. CCTV പ്രകാരം ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഹർഷയുടെ കാലിൽ രക്തമുണ്ടായിരുന്നു. ഇത് ഇന്റർനെറ്റിൽ ഹർഷ തന്നെ ഷെയർ ചെയ്ത അവൻ്റെ റിയൽ എക്സ്പീരിയൻസ് ആണ്. ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇതുവരെയും കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഓരോരുത്തർക്കും നന്ദി. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു ത്രില്ലിംഗ് വീഡിയോയിലൂടെ വീണ്ടും കാണാം.